കോഴിക്കോട് നാദാപുരത്ത് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയ കുടുംബങ്ങൾക്ക് ആശ്വാസമായി മാറിയിരിക്കുകയാണ് ഒരു കുടുംബം. ജലപദ്ധതി പൂർത്തിയാക്കാൻ സംഭരണിക്ക് ആവശ്യമായ സ്ഥലം വിട്ടു നൽകിയാണ് ഇവർ മാതൃകയായത്. അച്ചമ്മയുടെ ഓർമ്മയ്ക്കായുള്ള പേരമക്കളുടെ സമ്മാനം കൂടിയാണ് ഇത്. നാദാപുരം പഞ്ചായത്തിലെ 20-ാം വാർഡിൽ ഏതാണ്ട് ഈ കുന്നുമല്ലി ഈ ഭാഗത്ത് കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് ഏതാണ്ട് 100ഓളം കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ അവർ വെള്ളത്തിന് വേണ്ടിയിട്ട് മറ്റ് പല വീടുകളെ ആശ്രയിച്ചൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പല പ്രാവശ്യം മെമ്പർമാരോടൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു പ്രവാസി വ്യവസായി കിണർ കുഴിക്കാനുള്ള സ്ഥലം സൗജന്യമായിട്ട് പഞ്ചായത്തിന് കൊടുത്തു. കിണർ കുഴിച്ചെങ്കിലും ടാങ്ക് നിർമ്മിക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ആ പരിപാടി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ആ സമയത്താണ് നമ്മൾ മെമ്പറും ഇവിടെയുള്ള പൊതുപ്രവർത്തകരൊക്കെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ അച്ചമ്മയുടെ പേരിൽ ഈ സ്ഥലം 1.5 സെൻറ്റ് നമ്മൾ പഞ്ചായത്തിന് ടാങ്ക് നിർമ്മിക്കാൻ വേണ്ടി കൈമാറിയത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ കുടുംബങ്ങൾക്കൊക്കെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ അച്ചമ്മയുടെ പേര് ഇപ്പോഴും എല്ലാവരും ഓർമ്മിക്കുകയും ചെയ്യും. കുടിവെള്ളം കൊടുക്കുക അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ജലസംഭരണിക്കായി ഭൂമി വിട്ടു നൽകുക, ആ ഒരു പ്രവൃത്തിയിലൂടെ ശരിക്കും വലിയൊരു മാതൃകയാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് അല്ലേ ജയലക്ഷ്മി? തീർച്ചയായിട്ടും. അതായത് മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് ആശ്വാസം പകരുക എന്ന ഒരു വലിയ സന്ദേശമാണ് നമുക്കിതിലൂടെ ആദ്യമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഇത് കോഴിക്കോട് നാദാപുരം കുന്നുമ്മൽ എന്ന ഭാഗത്തൊരു 30ഓളം കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. കുറേ നാളുകളായിട്ട് അവർ ആ പ്രയാസം അനുഭവിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് പഞ്ചായത്തിനെ സമീപിക്കുന്ന സമയത്ത് പഞ്ചായത്ത് അവർക്ക് അവിടെ സംവിധാനം ഒരുക്കാം എന്ന രീതിയിലേക്ക് എത്തുന്നത്. അങ്ങനെ പഞ്ചായത്തിന് അവിടെ കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ കണ്ണോത്ത് കുഞ്ഞാലി എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രദേശവാസിയും സ്ഥലം നൽകുകയും അങ്ങനെ അവിടെ 2 ലക്ഷം രൂപയ്ക്ക് കിണർ നിർമ്മിക്കുകയും ചെയ്തു. പക്ഷെ കിണർ നിർമ്മിച്ചപ്പോഴാണ് ഈ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സംഭരണി ഇല്ല. അതൊരു വലിയ പ്രശ്നമായി മാറുന്നു. അതിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ സംഭരണി നിർമ്മിക്കാൻ വേണ്ടി ആവശ്യമായ സ്ഥലം നൽകണം. അങ്ങനെയാണ് അവിടുത്തെ തന്നെയുള്ള മോമത്ത് മന്തി എന്ന ഈ നേരത്തെ നമ്മൾ ഇദ്ദേഹം പറഞ്ഞ ഈ മുത്തശ്ശിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിൽ സ്ഥലം വിട്ടു നൽകുന്നത്. അവരങ്ങനെ ആ സ്ഥലം വിട്ടു നൽകുന്നു. അവിടെ ഇപ്പോൾ അതിൻ്റെ ആധാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്തിലേക്ക് കൈമാറുകയും ചെയ്തു. ഇവരുടെ ഈ മുത്തശ്ശിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരവിടെ ആ സ്ഥലത്ത് സംഭരണി ഉണ്ടാക്കും. അതുവഴി കിണറിൽ നിന്നും ഈ സംഭരണിയിലേക്ക് വെള്ളം എത്തിച്ച് അവിടുത്തെ ഈ പ്രയാസം അനുഭവിക്കുന്ന 30 കുടുംബങ്ങൾക്കും ആ വെള്ളം ഉപയോഗിക്കാം എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സന്തോഷകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. അവർ ഈ പേരമക്കൾ ചെയ്തിട്ടുള്ളത് അവരുടെ മുത്തശ്ശിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവിടുത്തെ നിരവധിയായ കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ഫലം ലഭിക്കുന്നു. അവരും സന്തോഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ സഹായിക്കാൻ, ചുറ്റുമുള്ളവരുടെ സങ്കടങ്ങളെ അറിയാൻ, ചുറ്റുമുള്ളവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അറിയാൻ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയതും വലിയതുമായ പ്രവർത്തികൾ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുക എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത്. ജയലക്ഷ്മി.